നമുക്ക് കസിൻ വീട്ടിൽ പോയിട്ട് വരാം. പണ്ടൊക്കെ മിക്ക ദിവസം പോവുമായിരുന്നു. അവിടുന്ന് അപ്പായി വരുമ്പോൾ അപ്പായുടെ കൂടെ കയറി പോവുമായിരുന്നു. പിന്നെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു ഷോർട്ട് കട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൂടെ ഞാനും ചേച്ചി നടന്നു പോവുമായിരുന്നു, കനാലിൻ്റെ ഒക്കെ സൈഡിൽ കൂടെ. പിന്നെ വീട്ടിൽ കുറേ വാശി പിടിച്ച് കഴിയുമ്പോൾ നമ്മളോട് സ്റ്റേ ചെയ്യാൻ അമ്മ സമ്മതിക്കും. അങ്ങനെ കുറേ മെമ്മറീസ് ഉള്ള വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ വീടെത്തി. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ വീട്. പിന്നെ എനിക്കകത്ത് ഒരു ചായ കുടിച്ച വിഷ്വൽസ് എടുക്കാൻ പറ്റിയില്ല. ചായ കിട്ടിയപ്പോൾ നമ്മൾ അതിലാണല്ലോ ഫോക്കസ് ചെയ്യുള്ളൂ. സോ നമുക്ക് ഔട്ട് സൈഡുള്ള വ്യൂസ് കാണാം. ഈ വീട്ടിൽ അന്നും ഇന്നും കുറേ ചെടികളുണ്ടായിരിക്കും. കാരണം മമ്മിക്ക് ചെടികൾ ഭയങ്കര ഇഷ്ടമാണ്. മമ്മി ഇവിടെ പോയാലും ചെടികൾ വാങ്ങിയിട്ട് വരും, ഒക്കെ നട്ട് വയ്ക്കും. സോ നല്ല ഭംഗിയാണ് വീടിന്. പിന്നെ റെഡ് കുരുവള്ളി ഈ ചെടി എൻ്റെ പിന്നെ പണ്ട് ഞാനത് കയ്യിൽ പൊട്ടിച്ച് വെച്ചിട്ട് മുറിഞ്ഞോന്ന് പറഞ്ഞ അമ്മ എടുത്തില്ല. അമ്മയ്ക്ക് ഒരു മൈൻഡും കാണില്ല. കാരണം അമ്മയ്ക്കറിയാം നമ്മൾ വലിയ വലിയ ആൾക്കാരുടെ അടുത്ത് ഇത് കാണിച്ചിട്ട് കാര്യമില്ല, പളിപ്പൂ. അപ്പോൾ ആർക്കൊക്കെ ഇതറിയാം, അറിയാവുന്നവർ കമൻറ്റ് ചെയ്യേ. പിന്നെ ഈ സൈഡ് മൊത്തം ചെടികളാണ് ഇവിടുത്തെ മെയിൻ. പിന്നെ ഇതവിടുത്തെ ഒരു ഡോഗ്. വേറെ ഒരെണ്ണം കൂടി ഉണ്ട്. ആളത്ര തലപ്പുര കശിയായിട്ട് തോന്നില്ല, അതുകൊണ്ട് അടുത്തേക്ക് ഞാൻ പോയില്ല. പിന്നെ കുറേ കോഴികൾ. ഇതാണ് അവിടുത്തെ അടുത്ത ഡോഗി. ആൾക്ക് വലിയ മൈൻഡൊന്നുമില്ല, ഇങ്ങനെ വെറുതെ ഇരിക്കുക. പിന്നെ എന്നാ അവിടെ ഒരു കുളമുണ്ട്. എന്തോ ഭാഗ്യത്തിന് ഞാൻ അവിടെ ഒന്നിനെയും കണ്ടില്ല. കുളത്തിൻ്റെ കളറൊക്കെ ഇതായതുകൊണ്ട് നമുക്കൊന്നും കാണാൻ പറ്റില്ല. അവിടെ കുറേ മീനുകളുണ്ട്. ഫുഡ് കൊടുത്തപ്പോൾ കുറേ അനക്കം കണ്ട്, പക്ഷെ മീനെ കണ്ടില്ല. ഞാൻ പല രീതിയിൽ നോക്കി, അത് മൂടി വെച്ചിട്ട് പിന്നെ അത് നോക്കി, എന്നിട്ടും കാണാൻ കിട്ടില്ല. പിന്നെ ഈ ചെടി വീണ്ടും ഞാൻ കണ്ടു. വീണ്ടും കുറേ ചെടികൾ, വീണ്ടും വീണ്ടും ചെടികൾ. കുറേ ചെടികൾ ഫോട്ടോ എടുത്തിട്ടുണ്ട്, അതൊക്കെ ഇരുന്ന് കാണ്. പിന്നെ എല്ലാ അമ്മമാരും ചെയ്യുന്ന പോലെ ഞാനും കുറേ ചെടികൾ വാരി വീട്ടിൽ കൊണ്ടേ നടണം. അങ്ങനെ അവിടുന്ന് ടാറ്റ ബേബി പറഞ്ഞ് ഞാൻ ഇറങ്ങി.